എന്താ സാധനങ്ങളുടെ ഒക്കെ വില പറഞ്ഞ സാധനങ്ങൾ നീ കഴിക്കാൻ അവിടെ വെച്ചോളൂ. മതിയോ? അതെ, ഒന്നുകൂടി അവനൊന്ന് വിളിച്ചു നോക്കുവോ? എത്ര കയ്യില് നമ്മുടെ മോനല്ലേ, അവരൊന്ന് വിളിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ചിലൊന്നും വരില്ലല്ലോ. ഞാനൊന്നും വിളിക്കില്ല, അവനൊക്കെ വലിയ ആളായില്ലേ. സുമേ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, എങ്ങനെ നോക്കുന്ന പറയണേ? അതും എത്ര സമയം വരെ? ഞാൻ എന്തായാലും വിളിക്കില്ല. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ വിളിച്ചോ. എന്താ? ഹലോ മോനെ, നീ വലിയ ആളായില്ലേ, വിളിച്ച ഫോൺ എടുത്തൂടെ? അമ്മ, അച്ഛനല്ലേ എന്നോട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേ, അങ്ങോട്ട് വിളിക്കും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. നിന്റെ അച്ഛനല്ലേടാ, നിന്നൊന്ന് വഴക്ക് പറയാനും പാടില്ലേ? സുമേ, അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട, നീ മോളോട് കുട്ടിനോട് വരാൻ പറയും. ഈ പ്രായത്തിൽ മോളെയും കുട്ടീനൊന്ന് കാണണമെങ്കിൽ അവന്റെ സമ്മതത്തിനൊന്നും കാത്തിക്കണ്ടല്ലോ. ഓണല്ലേടാ, മോളെയും കുട്ടീനെയും കണ്ടിട്ട് എത്ര നാളായി, അവരെയും കൂട്ടിട്ട് ഒന്നിങ്ങോട്ട് വാടാ. അമ്മ, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോനെ മോനെ, കട്ടാക്കില്ലോ. മക്കളൊക്കെ ഒരുപാട് ദൂരെയാണ്, നമ്മളിപ്പോഴും ആ പഴയ സ്ഥലത്ത് തന്നെ. സുമേ, നീ ഇനി അവന്റെ കോളിന് കാത്തിരിക്കല്ലേ, അവൻ എന്നത്തെ പോലെ തിരക്കിലാവും. നമസ്കാരം ഉണ്ണിയേട്ടാ. നാളെ രാവിലെ 10 മണിക്കെല്ലാം ഓക്കെ അല്ലേ? ആ, അതിനെന്താ ഉണ്ണിയേട്ടാ, ഇത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും വരാലോ, ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ മോനോട് സഹായം ചോദിക്കാൻ, നമ്മുടെ മോനല്ലേ, പിന്നെ ഉണ്ണിയേട്ടനോട് നാളെ എന്താ പറയാ? സുമേ, ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? എന്താ ഈ അച്ഛൻ്റെ ദേഷ്യം? നിന്റെ അച്ഛനെ നിനക്കറിയില്ലേ? വായോ. അയ്യേ, ഇത് പെണ്ണുങ്ങൾ ഇടണല്ലേ, ഇതിടലുണ്ടോ? പിന്നെന്തിനാണ് ഇവിടെ മീനുണ്ടോ? ഇവിടെ മീനെ കൊടുത്തിട്ട് ആരും കുട്ടികളൊന്നും ഇല്ലല്ലോ കളിക്കാന്. എന്താണ് പുതിയ ഡ്രസ്സൊക്കെ ഇങ്ങോട്ടേക്ക് പോകാൻ നിൽക്കണോ? ഞങ്ങൾ ഉണ്ണിയേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ. അല്ല, നമുക്ക് അകത്തേക്ക് ഇരിക്കാം, ഇവിടെ നല്ല ചൂടല്ലേ. ആ മോഹൻജി, നമസ്കാരം. ആ ഹാരി, എല്ലാ രേഖകളും ഇതിലുണ്ട്. താങ്ക് യു. അതുവരെ പേപ്പറൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ക്യാഷൊക്കെ ട്രാൻസ്ഫർ ആയില്ലേ? ആ, എല്ലാം ക്ലിയർ ആണ്. മോഹൻജി, രാവിലെ നടക്കാണ്ടാവില്ലേ? ഓ, എന്താ മോനത്? അച്ഛാ, ഒരു 3-4 മാസം മുന്നേ ഉണ്ണിയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് വാടക കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിയേട്ടനോട് ഞാൻ ചോദിച്ചു, എന്തിനാ വാടക? ഈ വീട് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിയാൻ എനിക്ക് തരുമെന്ന്. പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റാത്ത വില അവർ പറഞ്ഞത്. എന്നാലും ഞാനിത് വാങ്ങി. എനിക്കെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കണ്ടേ? അതിൻ്റെ പേപ്പറുകൾ അതൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം ഞാൻ എടുത്തു. ബാക്കി കുറച്ച് ലോൺ കൊടുത്തു. ഇപ്പോൾ പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്.
അച്ഛാ, ഞാൻ വീട് ഉപേക്ഷിച്ചിട്ടുള്ളൂ, അച്ഛനമ്മേനല്ല. ചില ബന്ധങ്ങൾ ഇതുപോലെയാണ്. നമ്മളൊക്കെ എത്ര അടർത്തി മാറ്റാൻ ശ്രമിച്ചാലും അടർത്തി മാറ്റാൻ പറ്റാത്തത്. നമ്മളൊക്കെ എത്രയൊക്കെ തേച്ചൊരിച്ച് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ഒരിക്കലും മങ്ങിപ്പോവാതെ മാഞ്ഞു പോവാതെ നിൽക്കുന്ന ചില ബന്ധങ്ങൾ ചുമരിലടിക്കുന്ന ടർബോലെക്സ് പെയിൻസ് പോലെ ഒരിക്കലും നിറം മങ്ങാതെ മായാതെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുന്നത്.